നമസ്കാരം. ഒരു മാനേജ്മെന്റിനോടും സോഫ്റ്റ് കോർണർ ഇല്ലെന്ന് CPM. സമരം സോഫ്റ്റായി അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്ന് BJP. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സ്വന്തം ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ ഇങ്ങ് കേരളത്തിൽ തലസ്ഥാനത്ത് BJP പ്രവർത്തകർ ഹർത്താൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസിൻ്റെ തല്ലും ഗ്രനേഡേറും ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ആഘോഷം. ലോ അക്കാദമി പ്രിൻസിപ്പൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് BJP നടത്തുന്ന സമരത്തിന് ഒരു പരിസമാപ്തി വേണം. മാനേജ്മെൻറ്റ് തലസ്ഥാനത്ത് നിന്ന് നീക്കിയതിനാൽ ഇല്ലാത്ത പ്രിൻസിപ്പൽ സ്ഥാനം ഇപ്പോൾ എങ്ങനെ രാജിവെക്കും എന്നാണ് കോളേജിൻ്റെ നടത്തിപ്പുകാർ ചോദിക്കുന്നത്. 5 വർഷമെങ്കിൽ 5 വർഷത്തേക്ക് ഒരു വ്യാജ രാജിക്കത്തെങ്കിലും എഴുതിക്കൊടുത്ത് മാന്യ പ്രിൻസിപ്പൽ മഹദി ആശുപത്രിയിലേക്ക് മാറ്റിയ V. മുരളീധര ദേഹത്തിനു പകരം VV. രാജേഷ് ദേഹത്തെയും അടികൊള്ളുന്ന BJP ദേഹങ്ങളെയും ഒന്ന് രക്ഷിക്കണം. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറിമസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വയ്ക്കുക. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. അയ്യോ, ഞാൻ നിക്കണവിടെ. എന്റെ പൊന്നു സാറേ, എന്നെ എപ്പോഴും പിടിക്കല്ല. അവന്മാരെ പിടി. ഈ ട്യൂഷൻ വരുന്ന ഓട്ടം ഉണ്ടോ? ഉലകാകയൊരോട്ടം, ഉയിരിൻ കഥയാട്ടം, മരയോന്തു കണക്കുടലൊന്നു മാറി വഴിയോടി. സ്റ്റാൻഡപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ റേഷൻ കടയ്ക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു സാറേ. സത്യമായിട്ട് ഞാൻ ചീട്ട് കളിച്ചിട്ടില്ല സാറേ. ഞാൻ ഈ പശുവിനെ തീറ്റിക്കണായിരുന്നു. തീറ്റിച്ചു കഴിഞ്ഞാ നമുക്ക് പോവാൻ. ആരുടെ പശു? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ.
എന്റെ അടുത്താ നിന്റെ അഭ്യാസം അല്ലേ? എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സാറേ ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട്, ഒതുക്കത്തി മേടിക്കാൻ നോക്കുന്നോ? പോലീസുകാരൻ്റെ അടുത്താണ് സ്ഥലക്കച്ചവടം. ഇടിച്ചതിന്റെ സെന്ററൊക്കെ എന്നാ ഉണ്ടാ. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. ചിരിയോ ചിരി പുഞ്ചിരി തഞ്ചിടുന്ന വിളയാട്ടം, ഉലകാകെയൊരോട്ടം, ഉയിരിൻ കഥയാട്ടം, ഉയിരിൻ കഥയാട്ടം, ഉയിരിൻ കഥയാട്ടം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. എല്ലാം ശുഭം എന്ന് പറഞ്ഞ് ലോ അക്കാദമി ലോ കോളേജിലെ SFIക്കാർ സമരം അവസാനിപ്പിച്ചു പോയതൊക്കെ ശരി. ഒന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് VS പറയുന്നത്. VS ആയതിനാൽ തള്ളാനും പറ്റില്ല. കാരണം ആദ്യം സമരപ്പന്തലിൽ വിദ്യാർത്ഥികളെ സന്ദർശിച്ച മഹാനേതാവ് VS ആയിരുന്നു. മാത്രമല്ല, വെറും വിദ്യാഭ്യാസ പ്രശ്നമായിരുന്ന ലോ അക്കാദമി വിഷയത്തെ ഒരു ഭൂമി പ്രശ്നം കൂടിയാക്കി മാറ്റിയതും VS ആയിരുന്നു. വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച ഗുരുതരമായ വിഷയം വേറെയും VS വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചതിന് ശേഷമാണ് SFI സമര രംഗത്ത് നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. ലോ അക്കാഡമിയിലെ പ്രശ്നങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുക തന്നെയാണ്. പിന്നീട് അവർ രാജിവെക്കണമെന്ന് പറയുന്നതിന് ഇനി യുക്തിയില്ല. കാരണം സ്ഥാനത്തില്ലാത്ത ഒരാളെങ്ങനെയാണ് ഇനി രാജിവെക്കുന്നത്? ഭൂമിയുടെ കാര്യത്തെ സംബന്ധിച്ച് ഉള്ള ഭൂമിയുടെ കാര്യം വ്യക്തമായി പറയുന്നില്ല. അതൊക്കെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലല്ലോ. വിദ്യാർത്ഥി സമരം തീർന്നു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങൾ നിയമാനുസൃതമായി പരിശോധിക്കട്ടെ. വിടില്ല ഞാൻ, പറയണ്ട വിടില്ല ഞാൻ. 2, ദളിത് വിദ്യാർത്ഥികളോട് ക്രിമിനൽ സ്വഭാവത്തോടുകൂടിയുള്ള പ്രവൃത്തി ചെയ്യുന്നു. വിടില്ല ഞാൻ, പറയണ്ട വിടില്ല ഞാൻ. 3, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഇടയാകത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ് അവരെ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ളത്. ഇത് BJP വെച്ചൊരു കെണിയാണിത്. ആ കെണിയിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ അവിടെ വീണിരിക്കുകയാണ്. ആ കെണിയിൽ വീഴാൻ SFI തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സമരം വിജയിച്ചു എന്ന് പറഞ്ഞ SFI സമരം അവസാനിപ്പിച്ചു. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങൾ ചോദ്യത്തിന് മറുപടിയാ പറഞ്ഞത്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ CPMന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റിനോട് മാത്രം CPM നേതൃത്വത്തിന് ഒരു സോഫ്റ്റ് കോർണർ ആണെന്ന ആക്ഷേപം ബഹുജനങ്ങൾക്കിടയിൽ പരന്നത് നാണക്കേടായില്ലേ സഖാവേ? ഞങ്ങൾക്ക് ആരോടും സോഫ്റ്റ് കോൺട്രും ഇല്ല, വിരോധവും ഇല്ല. ഇതൊക്കെ നിങ്ങൾ ചില മാധ്യമ പ്രവർത്തകന്മാർക്ക് ഒരു അജണ്ടയുണ്ട്. BJPക്ക് അജണ്ട മാത്രമല്ല, മാധ്യമ ഭീകരത എന്നൊക്കെ കേൾക്കുന്ന ഇത്തരം ചില സംഭവങ്ങളിലാണ്. അങ്ങനെ ഒരു ഭീകരത സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ശ്രമവും നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല. നിങ്ങളെല്ലാവരും കാര്യങ്ങൾ തിരിച്ചറിയണം. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേള. 30 വർഷം മുമ്പ് സിനിമയിൽ റോൾ കൊടുക്കാത്ത മധുസാറിനോട് പകരം വീട്ടി ഇന്നസെന്റ്. താൻ അന്നത്തെ ഇങ്ങനെ അങ്ങ് ചെയ്തല്ലോ, അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പൊന്നാട അടിച്ചിട്ട് തന്നെ ബഹുമാനിക്കാൻ പോവാണെന്ന് ഒരു വൈരാഗ്യത്തോടു കൂടി ചെയ്തതാണ്.